ഞങ്ങള് വിളി തുടങ്ങിയാലോന്ന് ആലോചിക്കാം. ആയത്തിലോട് ഗോപാലേട്ടന് കൊടുത്തേക്ക്. ഒപ്പരും വിളിയോട് വിളിയാ. പിന്നെ അവിടെ ഒരു ബായിയെ കിണർ കെട്ടി അലമ്പായി കൊണ്ടിരിക്കുക. ഇന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അനക്കാകുമ്പോ ഇന്ത്യയൊക്കെ അറിയാലോ. അവനെന്തോ ഒരു വശപശകുണ്ട്. ഈ ഒന്ന് നോട്ടം വെച്ച് കാല് താഴ്ത്തിട്ടേക്കട പട്ടി. എന്റെ പെണ്ണുങ്ങളുള്ള വീടായത്. ഈ ബംഗാളിൽ എന്റെ കല്യാണം മുടക്കാനല്ലട വന്ന്. അതൊക്കെ മലയാളം എഴുതാൻ അറിയോ? ഈ അല്ലടാ നോട്ടീസ് ഒട്ടിച്ച നാസർക്ക. എല്ലാം തുറന്നു പറയുന്നതിന് ശേഷം എന്താ നാസർക്ക? ഒന്നും മനസ്സിലാത്ത പോലെ. ആരാ നോട്ടീസ് ഒട്ടിച്ച? നോട്ടീസ് ആയത്? എന്തിനാ അഭിനയം? അഭിനയ? എന്തിനാ സെൽഫി എടുത്ത? സെൽഫിയാ? ഒന്നും അറിയാത്ത പോലെ നോട്ടീസ് ബോർഡില്. അത് വെറുതെ ഒരു വെറുതെ എടുക്കാൻ. പെരുമാനിൽ എന്തോരം പാടോ കൊള്ളോ കൊക്കോ ഒക്കെ ഉണ്ട്. എന്തിനാ നോട്ടീസ് ബോർഡ്? അതെ, അടുപ്പത്ത് പാലിരിപ്പുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോകും. ഫാത്തിമ, നമ്മള് പറഞ്ഞു കഴിഞ്ഞില്ല. എന്തിനാ തുമ്മിയെ? തും ക്യൂ തുമ്മിയെ? കമീന. നിനക്കെന്തെങ്കിലും പറ്റിയാ? കുഴപ്പമില്ലടാ. എന്താടാ ചാനിറങ്ങിയതാ? അല്ലക്കാ, ഞങ്ങള് ജീവിക്കാനാ. ഏതാണ്ട് വേദം പറയുന്നു. എന്നെ മനസ്സിലായില്ലേ? ഞാൻ അബൂക്കറാജിലെ. എന്താ ഇവിടെ? ഞങ്ങള് പെയിന്റ് അടിക്കാൻ. പെയിന്റ് അടിക്കാനാ? ഇവിടെയാ? എന്തിന്? കല്യാണത്തിന് പെയിന്റ് അടിക്കാനാ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ ഈ നാട്ടിലേക്ക് വന്നേ? ഞാൻ എന്തൊക്കെയാ പെയിന്റ് അടിന്ന് കഴിയൂലേ? അതെങ്ങനെയാ? അപ്പൊ ഇയൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും ഇവിടെ അല്ലേ? കുറച്ച് ദിവസം കാണാം. വാ. ഇത് നോക്കിയാ വില കുറഞ്ഞ കളർ വല്ലതും കാണിച്ചു കൊടുക്കും. ചെല്ല്. ഈ പെണ്ണിനെന്ത് കൂടോത്രം ഫലിച്ചാ? ഇടേ, എഴുന്നേറ്റ് കളർ കാണിച്ചു കൊടുക്കാൻ. ആ കൊടുക്കമ്മ.
ചെല്ല് കളർ കാണിച്ചോട്. ആരടാ? ഞാനടാ ഏത് ഞാൻ? പെരുമാണിത്തങ്ങള്. തങ്ങളുടെ മോന്തെന്ന് കാണിച്ചേ. കണ്ടു. എന്റെ തങ്ങളെ അഭി നീയാ? നീ എന്താ ഇവിടെ? പെയിന്റ് അടിക്കാൻ. നീയാ ഇവിടെയാ? പിന്നെ ആടാ. ഞാൻ അപ്പുറത്തോട്ട് വരാം. എന്നാലും നീ എപ്പോഴാടാ പെരുമാണിക്ക് വന്നേ? ഞാനടാ നിന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയിട്ടാ. പിന്നെ നാസർക്കാരെ കണ്ടായിരുന്നു. എന്നാലും ഭീകര സർപ്രൈസ് ആയി പോയിട്ടാ. പെയിന്റ് അടിയും പാട്ടൊക്കെ പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടം. പെയിന്റ് അടിച്ചോണ്ട് പാട്ടും പാടും. വീടിനകത്ത് ഭിത്തിയിലടിക്കാൻ വീടിന്റെ അകത്തും കയറൂലേ? പേടിക്കണ്ട, ഉമ്മ ഉണ്ടല്ലോ. ഉമ്മെങ്ങാനും കുളിക്കാൻ കയറിയാലോ? രണ്ടും മുറിന്റെ അകത്ത് ഒറ്റക്കാവൂലേ? അല്ല ഇപ്പൊ ഉമ്മ വന്നിട്ടുണ്ടോ? ഉമ്മ ഇല്ലാണ്ട് പിന്നെ തങ്ങളെ രണ്ടും കൂടെ എങ്ങനെ? രണ്ടും അടുക്കണില്ല. എന്നാലും സോപ്പിട്ട ഞാൻ വീഴ്ത്തും. അതൊക്കെ രസാ. അതെ ഇത് നോക്കിയാ അഭി, ഇതിലൊരു കളർ സെലക്ട് ചെയ്തേ. ഓഫ്, നിങ്ങളെ പെരുമാനിക്കണ്ട എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല കേട്ടാ. അതൊന്നും കുഴപ്പമില്ല, ഈ ഒന്ന് നോക്കി സെലക്ട് ചെയ്തതാ. ഇത് നിന്റെ റൂമല്ലേ? ആ ഞാൻ സെറ്റ് തരാം. അഭി പക്ഷെ അധികം ചെലവൊന്നും വരില്ല കേട്ടാ. ഈ പെയിന്റ് അടി മൊത്തം എന്റെ കാശിനാ. ഓഹ്, ഇതിന് മാത്രം ആശ കൊടുന്നാടേ. ആടും കോഴിയൊക്കെ ഉണ്ടടാ. അല്ല നിന്റെ കല്യാണൊക്കെ എന്തായി? കല്യാണോ? ആ. എന്റെയോ? ഒന്ന് പോടുന്നു. എന്താടാ കല്യാണം കഴിക്കേ, പക്ഷെ പെരുമാനി തന്നെ മതി കേട്ടാ. അതെ, വീടൊന്ന് കുടുംബാവട്ടെ, എന്നിട്ട് മതി കല്യാണവും മേളവും ഒക്കെ. എന്നാലും എന്റെ കല്യാണത്തിന് പെയിന്റ് അടിക്കാൻ നീയേ. എടാ, നീ ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു കളിയും ചിരിയും അത് നമുക്ക് കണ്ടില്ല നിൽക്കാം. ഒന്ന് ചിരിക്കാനും കളിക്കാനും പെരുമാനിയിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട്. ഈ അവസാന സമയത്ത് എവിടെ നിന്ന് പറന്നിറങ്ങിയടേ നായിന്റെ മോൻ. നാസർ നല്ല കാര്യപ്രാപ്തിയുള്ളവനാ. എത്ര നാളായിട്ടുള്ള വണ്ടി ഇടപാടാ. 100% അവരെ വിശ്വസിക്കാം. പിന്നെ കുറച്ച് എടുത്തിയാട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരണില്ല. ഒരു കണക്കിന് എല്ലാത്തൊക്കെ ഞാനാടാ ഈ ലോകത്തുള്ളത്. ഇന്നത്തെ കാലത്ത് കല്ലുകുടിയോ വീഡിയോ ഇല്ലാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടുണ്ടോ? പോരാത്തതിന് വായി 4 സ്വർണ്ണ പല്ലു. ലോകം മിന്നും വേഗത്തിൽ മാറുന്നു. പുതു കണ്ടെത്തലുകളിൽ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു. പക്ഷേ ഇവിടെ മനുഷ്യർ പുരാതന യുഗത്തിലേക്ക് ഊളിയിടുകയല്ലേ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. അപ്പറഞ്ഞത് കീറ് കൃത്യം. ഡാ മുജി, വിളിയൊക്കെ കഴിഞ്ഞോടാ? ഞാൻ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. മുജീബേ, ഭക്ഷണ കാര്യങ്ങളൊക്കെ? പെരുമാനിയിലെ പത്തിരിയും ആട്ടിറച്ചി വരട്ടിയതും പറയുമ്പോ തന്നെ നാവിലിങ്ങനെ വെള്ളം പോറുന്നു. അത് ഭയങ്കര ഫേമസ് അല്ലേ? അത് പറഞ്ഞപ്പോഴാ മുക്കറി ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. തിരിച്ചു പോണ വഴിക്ക് ഓർമ്മിക്കണേ. മൂച്ചേ, ഈ കല്യാണം അലമ്പാക്കുവോ? മാംസം നമുക്ക് ഇവിടെ ഏൽപ്പിക്കാമല്ലോ. ഞാൻ പറഞ്ഞാൽ കബീർ നല്ല ഒന്നാന്തര മാംസം ഇവിടെ കൊണ്ടുവരും. അതും തുക കുറച്ച്. ഞാൻ സംസാരിക്കാം കബീറിനോട്. എന്തിന്? അത് ഇവര് പെരുമാനിയിൽ ഏൽപ്പിച്ചോളൂല്ലേ? പാത്തു, എന്തിനാ ഇങ്ങനെ എല്ലാ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? നിങ്ങൾ വാ. കുഴപ്പമില്ലക്കാ, ഞങ്ങൾ പെരുമാനിയിലെ അന്തൂറിന്റെ അവിടെ ഏൽപ്പിച്ചോളാം. നിങ്ങൾ വാ. ഓരോ തീരുമാനങ്ങളും ആലോചനയോടെ എടുക്കുക. പെരുമാനിലെ എവിടെയാണ്? ഇക്കാന്റെ ബന്ധു വീടിന്റെ? പാത്തുത്താന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്. 2 വീട് വ്യത്യാസം. ഇതിപ്പോ എത്ര കിലോ വേണ്ടി വരും? ഒരു 120. ഓൻകെട്ട് 2 പൊട്ടിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ കടയിലുണ്ട് 1-2 മേശയുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. മേശയോട് നിലത്തടിച്ചതാ. പിന്നെ ഒരു കാര്യം, ഇനി അങ്ങനെ ഇറച്ചി കൊടുത്തു പോരുത്. എനിക്ക് ഇങ്ങനെ കിട്ടാക്കടം പിരിക്കലല്ല പണി. ഇനി ഉണ്ടാവൂല. അല്ല, ഞായറാഴ്ച അല്ലേ പരിപാടി? ശനിയാഴ്ച രാത്രി. ശനിയാഴ്ച ഒരു ഉച്ചയാകുമ്പത്തിന് എത്തിയ പോരെ? ഓ, തിരക്കുണ്ടേ. അത് വേണ്ട. കാശൊക്കെ കാര്യം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് കൊടുത്താൽ മതി. എന്താ കബീറേ? പൈസ ഇപ്പൊ വേണ്ടേ? ഇക്ക പറഞ്ഞാ പിന്നെ എന്തിനാ? നമ്മളെ കൊച്ചാക്കാൻ നോക്കുന്ന ഇടകള്ള. എന്നാ പിന്നെ അങ്ങോട്ട്
ആ നീറ്റ് കാശൊന്ന് വാങ്ങിച്ചൂടായിരുന്നാ? എൻ്റെ കാശിൻ്റെ കണക്ക് ഇസ്മായിൽക്കടെ അടുത്ത് എടുക്കണ്ട. ആ കാശൊക്കെ ബാങ്കിൽ ഇട്ട പോലെ സേഫാണ്.